നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമീറാണ്. എന്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വരാൻ കാരണം, വീഡിയോയുമായിട്ട് ഇവിടെ വരാൻ കാരണം 16-ാം തീയതി സ്വിഗ്ഗി മാനേജ്മെൻറ്റിനെതിരെ സ്വിഗ്ഗി തൊഴിലാളികൾ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് അവസാനിപ്പിച്ച വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ലേബർ മിനിസ്റ്ററുടെ നേരിട്ടുള്ള ഇടപെടൽ കാരണം ആ ഒരു സമരം അവസാനിപ്പിച്ചു. 23-ാം തീയതി മാനേജ്മെൻറ്റുമായിട്ട് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താം എന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സമരം അവസാനിപ്പിച്ചത്. ആ സമരത്തിനകത്തുണ്ടായ സംഭവ വികാസങ്ങൾ എന്താണെന്നുള്ളതും ഏറെക്കുറെ ആൾക്കാർക്കറിയാം. തൊഴിലാളി വിരുദ്ധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ മാനേജ്മെൻറ്റിനെ തീർത്തും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ തൊഴിലാളികൾ നേരിടാനായിട്ട് ഇറങ്ങിത്തിരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കൊരു അപകടം പറ്റി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് പുറത്തിറങ്ങുന്നത്. ഹോസ്പിറ്റലിൽ പോയി, അതുപോലെ തന്നെ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ തലയ്ക്ക് സാരമായിട്ടുള്ളൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് ഇറങ്ങിയതാണ്, സ്റ്റിച്ച് എടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏകദേശം തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ 4000 മുതൽ 7000 വരെ തൊഴിലാളികളുള്ള ഈ ഒരു മേഖലയിൽ വർഗസ്നേഹമുള്ള തൊഴിലാളികളെന്ന് പറയാനായിട്ട് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ മേഖലയിൽ നടക്കുന്നതെന്ന് പോലും അറിയാത്ത തൊഴിലാളികളാണ് ഇതിനകത്ത് ചുരുക്കി പറഞ്ഞ തൊഴിലെടുക്കുന്നത്. ഒരു അപകടം പറ്റി കിടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പരിരക്ഷ നമുക്ക് മാനേജ്മെൻറ്റ് തരും എന്നുള്ളത് പോലും അറിയില്ല. അത് മാക്സിമം ഞങ്ങൾക്കറിയാവുന്ന നമ്മൾ വെൽഫെയറിൻ്റെ കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തു കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ CITUവിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും. അതിനകത്ത് ശരചന്ദ്രൻ, ഗിരീഷ്, സുരേഷ്, പ്രദീപ്, അങ്ങനെയുള്ള കുറച്ച് പേര് ഇതിനകത്തൊക്കെ, അനസ്, അങ്ങനെ കുറച്ച് പേരുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇടപെട്ട് കൊണ്ട് മാനേജ്മെൻറ്റുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് തുകയും അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ഡെത്ത് ഇൻഷുറൻസ് ക്ലെയിമും എല്ലാം നമ്മൾ നേടിക്കൊടുത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമരത്തിന് മാനേജ്മെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വിട്ട കുറച്ച് ആൾക്കാർ എതിരായിട്ട് അന്നവിടെ വരുന്നുണ്ടായിരുന്നു. ആ വന്നവരുടെ മായിട്ടുള്ള വാക്ക് തർക്കത്തിനിടയിലാണ് എനിക്ക് ഇതുപോലുള്ളൊരു വിഷയം ഉണ്ടായത്. മാനേജ്മെൻറ്റ് തന്നെ ഇറക്കിയ കുറച്ച് ആൾക്കാർ, അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്നുള്ള ലേബലിൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് കരുതിക്കൂട്ടി കുറച്ച് ആൾക്കാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ട് അത് തന്നെയാണ് അവിടെ നടന്നത്. അത് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്കൊന്നത് പറയാനുള്ളൂ, എന്തായാലും സംഭവിച്ചു. ചോര ചീന്തി അബോധാവസ്ഥയിലും അത് കഴിഞ്ഞിട്ട് വീട്ടിലുമൊക്കെ വിശ്രമം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. മാനേജ്മെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനം. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് പറ്റിയവർക്കും മരിച്ചവർക്കും വേണ്ടിയിട്ടുള്ള തുകകൾ മാനേജ്മെൻറ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും വാങ്ങിച്ചു കൊടുക്കും എന്നും ഞാൻ അറിയിക്കുന്നു. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ടാണെങ്കിൽ ഈ സമരത്തിന് എതിര് നിന്നവരോട് ആണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം ഞങ്ങൾ കുറച്ച് പേര് 6-7 വർഷത്തോളം ആയി ഇതിനകത്ത് പണിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണ് ഈ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ തൊഴിലാളികളോട് കാണിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്ന കാര്യമാണ്. ആദ്യകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന വേതനങ്ങൾ പോലും കിലോമീറ്ററിനകത്ത് നിന്ന് നമ്മളെ പറ്റിച്ചുകൊണ്ട്, എത്ര കിലോമീറ്ററാണോ മാപ്പിൽ കാണിക്കുന്നത് അതിൻ്റെ ഇരട്ടി ദൂരം സഞ്ചരിപ്പിച്ചുകൊണ്ട് 25 രൂപയ്ക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും അത്
വളരെ കൂടുതലാക്കിക്കൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഏകദേശം 8 ഇൻസ്റ്റാമാർട്ടോളം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സിറ്റിക്കകത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇൻസ്റ്റാമാർട്ടിൽ ഓടുന്ന പലർക്കും എന്താണ് സംഭവിക്കുന്നു ഇപ്പോഴും നിലവിൽ അറിയില്ല. ഏകദേശം 2-2.5 വർഷത്തോളം മാത്രമേ ആയിട്ടുള്ളൂ ഇൻസ്റ്റാമാർട്ട് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൻ്റെ തൊഴിലാളികളുടെ വിചാരം ഇതെന്തോ സ്വർഗമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളകളെന്ന് വേണമെങ്കിലും ഇതിനെ നമുക്ക് അറിയിക്കാം. അപ്പോൾ ഇൻസ്റ്റാമാർട്ട് എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ ഏരിയക്കകത്ത് മാത്രമാണ് ഇവരിതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 25 എന്നുള്ള റേറ്റ് കാർഡ് മാറി ഇപ്പോൾ 15 രൂപ എന്നുള്ള റേറ്റ് കാർഡും ആയിട്ടുണ്ട്. അത് 1.5 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. സംശയിക്കണ്ട, ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 1-1.5 കിലോമീറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ കാലക്രമേണ അത് 3, 4, 5 രൂപയ്ക്കും ഈ 15 രൂപയ്ക്ക് ഓടേണ്ട ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് അതൊരു സംശയമില്ല. കാര്യം ഞങ്ങളെല്ലാം അനുഭവസ്ഥരാണ്. ഒരു പക്ഷേ നിങ്ങളുണ്ടാകത്തില്ല, അപ്പോഴുണ്ടാകുന്ന അടുത്ത പുതിയ തലമുറയായിരിക്കാം. 3-4 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും 15 രൂപയ്ക്ക് അവരുടെ റേറ്റ് കാർഡ് നഷ്ടമാണെന്ന് പറയുമ്പോൾ പലരും ആ ജോലി മതിയാക്കി പോവുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും എനിക്കത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല, എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ മാനേജ്മെൻറ്റിനോട് പൊരുതാനും സമരമാണെങ്കിൽ സമരത്തിലോട്ടും മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലും ഞങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഇൻസ്റ്റാമാർട്ടിൽ പണിയെടുക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കും എന്നുള്ള കാര്യത്തിനകത്തും ഒരു സംശയമില്ല. അപ്പോൾ ഈ എതിർത്ത് നിൽക്കുന്നവരും സമരത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നവരുമെല്ലാം ഈ മേഖലയ്ക്കകത്ത് പണിയെടുക്കുമോ എന്നുള്ള കാര്യത്തിനകത്തും സംശയമില്ല. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളായിട്ടുള്ള കുറച്ച് പേര് എനിക്കെതിരെയും എൻ്റെ സഹപ്രവർത്തകർക്കെതിരെയും ഗൂഢാലോചന നടത്തിക്കൊണ്ട് ചെയ്യുന്ന ചെയ്തികൾ ഞങ്ങൾക്കറിയാം. കൃത്യമായിട്ട് അവരോടൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കാർക്കും യോജിച്ചതല്ല ഇപ്പോൾ നിങ്ങൾ ഈ അണിഞ്ഞിരിക്കുന്ന ഈ വേഷം. നിങ്ങൾ കൃത്യമായിട്ട് ഈ വേഷം മാറ്റിവെച്ച് മുല്ലപ്പൂവും ചൂടി അതുപോലെ തന്നെ സാരിയും ചുറ്റി ഈ പണിയെടുക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് തന്നെ പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഈ കരിങ്കാലിപ്പണി ചെയ്യുന്ന എല്ലാ പേരോടും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ വീണ് കഴിഞ്ഞാൽ അവസാനിക്കുന്നതല്ല തൊഴിലാളി പ്രക്ഷോഭങ്ങളും സമരങ്ങളും എന്നുള്ള കാര്യവും നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കുക എന്നുകൂടി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതൽ കാര്യങ്ങളും പറയാനുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി എനിക്ക് അത്യാഹിതം സംഭവിച്ച് കിടക്കുന്ന സമയത്ത് ഒരു സഹപ്രവർത്തകനെന്നതിലുപരി എന്നെ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ മേനോരായിട്ടും സഹായിച്ച ഒത്തിരി എൻ്റെ സഹപ്രവർത്തകരുണ്ട്. പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. അതിനകത്ത് നമ്മുടെ യൂണിയൻ്റെ തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗിരീഷ് ചന്ദ്രനും അജിൻ, അതുപോലെ സുരേഷ്, പ്രദീപ്, യൂണിയൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന സഹ സുക്കാർണോ, സഹ KN ഗോപിനാഥ്, അതുപോലെ തന്നെ K സുനിൽകുമാർ, അതുപോലെ തന്നെ നമ്മുടെ ലേബർ മിനിസ്റ്റർ സഹ V ശിവൻകുട്ടി, അതുപോലെ തന്നെ നമ്മുടെ വനിതാ സഹപ്രവർത്തകരായിട്ടുള്ള ബീന സ്റ്റാലിൻ, അതുപോലെ വിജി, ശരണ്യ, ലക്ഷ്മി, ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേരെനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും സഹകരിച്ചിട്ടുള്ള എല്ലാ പേരും, ശരചന്ദ്രൻ, അദ്ദേഹമാണ് എന്നെ, വിഷ്ണു, ഇവരൊക്കെയാണ് എന്നെ ഓട്ടോയിൽ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് പിന്നീട് എനിക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ആഷിഖും അനസും, ഒത്തിരി പേരുണ്ട്. പലരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, ഓർത്തെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വിട്ടുപോയിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും നന്ദിയുണ്ട്. സാമ്പത്തികമായിട്ടും
വ്യക്തിപരമായിട്ടും എല്ലാം സഹായിച്ചവരുണ്ട്. എല്ലാ പേർക്കും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇവിടെ ഇടുന്നത്. അപ്പോൾ എല്ലാ പേർക്കും വിജയാശംസകൾ. ഞങ്ങൾ തോക്കത്തില്ല. 23-ാം തീയതിയുള്ള ചർച്ച എന്ത് തന്നെ ആണെങ്കിലും, പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും, പരാജയമാണെങ്കിൽ അടുത്ത എന്താണെന്നുള്ളത് കൂടിയാലോചിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ച് പൂർവാധികം ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. ഒരടിയോ ഒരു ആക്രമണമോ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പിന്നോട്ടില്ല എന്നുകൂടി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.